ചിക്കാഗോ പ്രയർ ലൈനിൻ്റെ ഈ പ്രഭാത സായാഹ്ന മീറ്റിങ്ങിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടുകൂടെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഈ മീറ്റിംഗ് നടക്കുന്നതിന് കർത്താവ് സഹായിക്കുന്നല്ലോ. ഇന്ന് നമ്മോട് തിരുവനന്തപുരം സംസാരിക്കുന്നത് ഡോക്ടർ സജിത ഐപ്പ്, എബനേസർ തിയോളജിക്കൽ സെമിനാരി, വേങ്ങൂർ, കേരള. കർത്താവിൻ്റെ ദാസി പല പ്രാവശ്യം നമ്മുടെ ഈ പ്രയർ മീറ്റിങ്ങിൽ തിരുവചനം സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ ക്ഷണം സ്വീകരിച്ച് ഓടൊപ്പം ആയിരിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ തിരുവനന്തപുരം സംസാരിച്ചപ്പോൾ ഭവനത്തിൽ നിന്നായിരുന്നു, അന്ന് അവധി സമയമായിരുന്നു. അതുകൊണ്ട് ഇൻ്റർനെറ്റൊക്കെ വീട്ടിലുണ്ട്, വൈഫൈയിൽ കൂടെ ഒക്കെയാണ് വളരെ നന്നായി സംസാരിച്ചത്. എന്നാൽ ഈ പ്രാവശ്യം ഇപ്പോൾ അവിടെ തിയോളജിക്കൽ കോളേജ് തുറന്നു, അവിടെ ഫോണിൽ കൂടെ ആയിരിക്കും സംസാരിക്കുക എന്നെനിക്ക് തോന്നുന്നു. ഇൻ്റർനെറ്റിൻ്റെ റേഞ്ചിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. കർത്താവിൻ്റെ ദാസി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവചനം പഠിക്കണം എന്നുള്ള ആ വലിയ ആഗ്രഹത്തോടുകൂടിയാണല്ലോ കർത്താവിൻ്റെ ദാസി സെമിനാരിയിലൊക്കെ ചേർന്ന് പഠിച്ച് അത് പഠിച്ചതിന് ശേഷം മറ്റുള്ളവരെ പഠിപ്പിക്കണം എന്നൊക്കെയുള്ള താല്പര്യത്തോടുകൂടെ ആണല്ലോ ഇപ്പോൾ മുന്നോട്ട് പോകുന്ന. കർത്താവ് നല്ല ആഗ്രഹങ്ങളെയൊക്കെ മാനിക്കട്ടെ, തുടർന്ന് മാനിക്കട്ടെ. വളരെയധികം ഒരു പുതിയ ആത്മാവിൻ്റെ ശക്തിയോടുകൂടിയൊക്കെ തുടർന്നും കർത്താവിൻ്റെ വേല ചെയ്യുന്നതിന് കുടുംബമായിട്ട് അവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസി തിരുവചനം സംസാരിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടെ ദയവായിട്ട് ആയിരിക്കുക. അടുത്ത 30 മിനിറ്റ് ഇന്ത്യൻ സമയം 6:58 വരെ ഉള്ള സമയമുണ്ട്. പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. ഡോക്ടർ സജിത ഐപ്പ്, താങ്ക് യു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതത്തില് സായാഹ്നത്തിലും ഒക്കെ ദൈവവചനം കേൾക്കുവാന് പ്രാർത്ഥനയ്ക്ക് ഒക്കെ വളരെ താല്പര്യത്തോടെ ആയിരിക്കുന്ന ദൈവദാസന്മാരെ, പ്രത്യേകാല ഇതിന് നേതൃത്വം കൊടുക്കുന്ന പാസ്റ്റർ അനീഷ് ജെ കരിങ്ങാട്ടില് എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആരാധനയ്ക്ക് നല്ല പാട്ടുകൾ പാടി ലീഡ് ചെയ്യുന്ന എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ പ്രഭാതത്തില് നല്ലപോലെ ജിയോയ്ക്ക് റേഞ്ച് കാണുന്നുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മളെ സഹായിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. മുമ്പ് ഒരിക്കൽ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സെമിനാരിയിലാണ്, അതിൻ്റെതായ പരിമിതികളുണ്ടല്ലോ, പിന്നെ ഈ റേഞ്ചിന്റെ പ്രശ്നം കൊണ്ട് ഞാൻ അല്പം ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ പിന്നെ ചിന്തിച്ചു, ഞാൻ ലഭിക്കുന്ന അവസരങ്ങൾ ദൈവവചനം സംസാരിക്കാൻ പ്രയോജനപ്പെടുന്നത് ഏറ്റവും നല്ലതായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ അതൊരു ജീവനായിട്ട് വ്യാപരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ ആഗ്രഹിക്കും, പ്രാർത്ഥിക്കും, എന്നെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുകയും ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ വചന ചിന്തയ്ക്കായിട്ട് മലയാളം ബൈബിൾ ഉള്ളവർ എന്നെ ഒന്ന് വായിച്ച് ഹെൽപ്പ് ചെയ്യണം. ഞാൻ സെമിനാരിയിൽ ആയതുകൊണ്ട് ഞാൻ മലയാളം ബൈബിള് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഒന്ന് വായിക്കാമോ? വായിക്കാം. 21:17, റൈറ്റ്? ജോൺ 21:17. ഓക്കെ, വായിക്കാം. 17. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്കാം. മതി. ഓക്കെ, താങ്ക് യു. ഈ ഭാഗം നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഭാഗമാണ്. ഉയർത്തെഴുന്നേറ്റ യേശു വന്ന് പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ആ ഭാഗം നമുക്ക് വളരെയേറെ പരിചയമുള്ള ഭാഗമാണ്. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇതിലൂടെ എനിക്ക് കടന്നു വന്ന 2-3 ചിന്തകള്. ഒന്ന്, കർത്താവ് ഹൃദയത്തെ പരിശോധിക്കുന്നു, അല്ലെങ്കിൽ ഹൃദയത്തെ ശോധന ചെയ്യുന്നു. കർത്താവ് നമ്മുടെ പുറമേയുള്ള ആക്ഷൻസോ അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളോ അതിനേക്കാട്ടിൽ ഉപരിയായിട്ട് നമ്മുടെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു എന്ന് കർത്താവ് നോക്കുന്നു. രണ്ടാമത്തെ കാര്യം, ബലഹീനതകളെക്കാൾ ഉപരിയായിട്ട് ദൈവം സാധ്യതകളെ നോക്കുന്നു. നമ്മുടെ സന്നദ്ധതയെയും ആണ് കർത്താവ് നോക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ബലഹീനതകൾ വന്നിട്ടുണ്ടോ
അതല്ല കർത്താവ് നോക്കുന്നത്. നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നമ്മളെ എത്രമാത്രം ദൈവത്തിന് പ്രയോജനപ്പെടുത്താൻ സാധിക്കും, നമ്മുടെ സന്നദ്ധത എപ്രകാരമാണ്, ഇതൊക്കെയാണ് കർത്താവ് നോക്കുന്നത്. ഞാൻ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് യൂദയ്ക്ക് ലഭിക്കാത്ത ഒരവസരം പത്രോസിന് ലഭിച്ചു? യൂദ നമ്മള് ഫിസിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ ദൈവവചനം അറിയാത്ത ഒരാൾ ചിന്തിക്കുമ്പോൾ യൂദ ആകെ ഒന്ന് ചുംബിച്ചതേ ഉള്ളൂ, അല്ലെ? ഒറ്റ ചുംബനം മാത്രമാണ് യൂദ ചെയ്തൊരു തെറ്റ്, ഫിസിക്കലായിട്ട് പ്രകടമായിട്ട് വന്ന കാര്യം. പക്ഷെ പത്രോസ് ആണെങ്കിലോ കർത്താവിനെ ശാസിക്കുന്നു, കർത്താവിൻ്റെ നിന്ന് ശാസന കിട്ടുന്നു, സാത്താനെ എന്നെ വിട്ടു പോകുന്നൊക്കെ പത്രോസിന്റെ ഭാഗത്ത് വരുന്നത്. തള്ളിപ്പറയും, ഒറ്റിക്കൊടുക്കാനായിട്ട് അകത്തേക്കോടിയ പരിപാടി മുഴുവൻ. ചുംബനമാണ് പുറത്തേക്ക് വന്ന ഒരു ആക്ഷൻ ആയിട്ടുള്ളത്. പക്ഷെ തള്ളിപ്പറയാന്ന് വെച്ചാൽ തള്ളിപ്പറയേണ്ട ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങിയെന്നാ പറയുന്നത്, അല്ലെ? അങ്ങനെ പ്രാകുക, ആണയിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഉള്ളുകൊണ്ട് സ്നേഹമുള്ള ഒരാളെ കുറിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു കോണ്ടെക്സ്റ്റാ അത്. പക്ഷെ ഹൃദയത്തെ തൂക്കി നോക്കുന്ന കർത്താവ്, ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്ന് ചിന്തകളെയും ഭാവങ്ങളെയും നിരൂപണങ്ങളെയും വിവേചിക്കുന്ന കർത്താവിന് അത് എപ്രകാരം വന്നതാണ്? കരുതി കൂട്ടി ചെയ്തതാണോ? പ്രാണഭയത്തിൽ ചെയ്തതാണോ? അറിയാതെ ചെയ്തതാണോ? പൗലോസ് പറയുന്നില്ല, ഞാൻ അറിയായ്മയിൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് ക്ഷമ ലഭിച്ചു. അപ്പൊ ഈ അറിയായ്മയിൽ അറിയാതെ ചെയ്തതാണോ, കരുതി കൂട്ടി ചെയ്തതാണോ? ഇതൊക്കെ കർത്താവ് ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് ഒന്ന് സ്കാൻ ചെയ്യുമ്പോൾ അത് കർത്താവിന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ പുറമേ ഉള്ളതാ നോക്കുന്നത്. നമ്മൾ ചോദിക്കും, അയ്യോ യൂദ എന്ത് തെറ്റാ ചെയ്ത? ജസ്റ്റ് ഒന്ന് വന്ന് ഒരു കിസ് ചെയ്തു, അല്ലെങ്കിൽ ഒന്നൊരു ആലിംഗനം ചെയ്തു, അതിന് ഇത്രമാത്രം പ്രശ്നങ്ങളുണ്ടോ? അത്രയൊക്കെ നമുക്ക് ഒരു പുറമേ നിന്ന് ആ കോണ്ടെക്സ്റ്റിൽ. ഇപ്പൊ നമുക്ക് ബൈബിള് വായിച്ച് ഇവൻ പോയി മഹാപുരോഹിതന്മാരുമായിട്ട് ആലോചന ചെയ്ത കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും യൂദയെ നീതീകരിക്കാനായിട്ട് പറ്റുകയില്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ട്രൈബൽ നോർത്ത് ഇന്ത്യയിൽ ഉൾപ്രദേശങ്ങളിൽ ഒരു ട്രൈബ്സിന്റെ ഇടയ്ക്ക് ഒരു മിഷണറി ചെന്ന് ഇങ്ങനെ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക. നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമാണോ എന്ന് എനിക്കറിയില്ല. ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യും? ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇവരെ വായിച്ച് കേൾപ്പിക്കും. അപ്പൊ വായിച്ച് കേൾപ്പിച്ച് അവർക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോഴും അങ്ങനെയാ. അവരെ കൊണ്ടുപോയി വായിച്ച് കേൾപ്പിച്ചിട്ട് അവർക്ക് മനസ്സിലാകുന്നുണ്ടോ? കാരണം നമ്മുടെ ട്രാൻസ്ലേഷൻ അവരുടെ കൾച്ചറിൽ ഓരോ വാക്കുകളും സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടല്ലേ കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പോയി വായിച്ച് കേൾപ്പിച്ചിട്ട് അവർക്ക് മനസ്സിലാകുന്നുണ്ടോ, അല്ലെങ്കിൽ വല്ല വേർഡ്സ് മാറ്റണോ എന്നൊക്കെ ഇങ്ങനെ അവർ ചിന്തിക്കും. അവരങ്ങനെ ചെയ്യാറുണ്ട്, അങ്ങനെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ പോയിട്ട് യൂദ ഒറ്റിക്കൊടുക്കുന്ന ഭാഗം കേട്ട് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ആ ഭാഗം വായിച്ച് കേൾപ്പിച്ചപ്പോൾ ഇവര് കൈയടിച്ച് ആഘോഷിച്ചിട്ട് പറഞ്ഞു, യൂദയാണ് ഞങ്ങളുടെ ഹീറോ. കാരണം ഒരധ്വാനം ചെയ്യാതെ 30 വെള്ളിക്കാശ് സമ്പാദിച്ച യൂദയാണ് ഞങ്ങളുടെ ഹീറോ. മിഷണറി വളരെ പ്രയാസത്തിലായി. ദൈവമേ, എങ്ങനെ ഈ ആളുകളെ യൂദ കർത്താവിന് ഒറ്റിക്കൊടുത്തു? കർത്താവാണ് ഹീറോ, യേശുവാണ് ഹീറോ എന്ന് എങ്ങനെ ഇവരെ മനസ്സിലാക്കിപ്പിക്കും? മിഷണറി ഭയങ്കര പ്രയാസത്തില് തൻ്റെ ആ കുടിലിൽ വന്ന് ഇങ്ങനെ വിശ്രമിച്ച് ഇങ്ങനെ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും എങ്ങനെയാണ് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നിങ്ങനെ അദ്ദേഹം വളരെ വിഷണ്ണനായിട്ട് ഇങ്ങനെ കിടക്കുക. എന്നെ കിടന്ന് കുറച്ചു ദിവസം കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് ഒരു വലിയ ആരവും ആൾക്കൂട്ടും ഇതിൻ്റെയൊക്കെ ശബ്ദം കേട്ട് അദ്ദേഹം പുറത്തേക്ക് വന്ന് നോക്കിയപ്പോ വലിയൊരു ആൾക്കൂട്ടം 2 ഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കുക. ആ 2 വശത്ത് 2 ആൾക്കൂട്ടം ഇങ്ങനെ നിൽക്കുന്നു. ഒരാൾക്കൂട്ടത്തിൽ നിന്ന് ഒരാള് ഒരു കുഞ്ഞു കൊച്ചിനെ എടുത്ത് മറ്റേ ആൾക്കൂട്ടത്തിലേക്ക് പോകുന്നു. അതിന്റെ പിന്നാലെ ഒരു സ്ത്രീ മുടിയെല്ലാം അഴിഞ്ഞ് വല്ലാതെ ഡ്രസ്സെല്ലാം ഒലഞ്ഞ് അവര് തിരിച്ച് ഓടി വന്ന് ഈ കുഞ്ഞിനെ പിടിച്ച് പറിച്ച് അവര് പോകുന്നു. ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു. അപ്പൊ ഇദ്ദേഹം ഒരു കുന്നിന്റെ മേളിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇദ്ദേഹം താമസിക്കുന്നത് താഴ്വരയിലാണ്.
ഇദ്ദേഹം ആ കുന്നിന്റെ മുകളിലേക്ക് ചെന്നിട്ട് ചോദിച്ചു, ഇതെന്താ ഈ സംഭവം നടക്കുന്നത്, ഇതെന്താ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതില് ഒരാൾ ഇദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തു. ഈ രണ്ട് ട്രൈബും തമ്മില് വർഷങ്ങളായിട്ട് ഭയങ്കര വൈരാഗ്യത്തിലാണ്. അപ്പൊ അവരിവരെ കണ്ട കൊല്ലും, ഇവരവരെ കണ്ട കൊല്ലും, ഇവരെ ബൗണ്ടറിയിൽ കയറി കഴിഞ്ഞാൽ അവർ കൊല്ലും. ആ രീതിയിൽ വളരെ വൈരാഗ്യത്തിൽ ഈ രണ്ട് ട്രൈബും കൂടെ പോവുക. അപ്പൊ രണ്ട് ട്രൈബിന്റെ തലവന്മാര് കൂടി ആലോചിച്ചു, ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയാലും നമ്മുടെ എണ്ണം കുറഞ്ഞു പോകുക എന്നല്ലാതെ ആരും ഒന്നും നേടുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമ്മൾ തമ്മിൽ ഒരു പീസ് ട്രീറ്റി, ഒരു സമാധാന ഒരു ഉടമ്പടി നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ഇവര് ഈ ട്രൈബുകളുടെ ഇടയിൽ സമാധാന ഉടമ്പടി ഉണ്ടാക്കുന്നത് ഒരു ട്രൈബിൽ നിന്ന് ഒരു കുഞ്ഞിനെ മറ്റേ ട്രൈബിലേക്ക് കൊടുക്കും. എന്നിട്ട് മറ്റേ ട്രൈബുകാർ ആ കുഞ്ഞിനെ വളരെ സുരക്ഷിതമായിട്ടും വളരെ ഉത്തരവാദിത്തോടെ അവർ ആ കുഞ്ഞിനെ വളർത്തും. അങ്ങനെ വളർത്തുന്നില്ല എങ്കിൽ ആ കുഞ്ഞിന് അവിടെ വെച്ച് വല്ല ദോഷവും സംഭവിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അവന് യഥാർത്ഥമായി നല്ല ഒരു വളർത്തല് അല്ലെങ്കിൽ സംരക്ഷണം, ഉത്തരവാദിത്തോടെയുള്ള സംരക്ഷണം കിട്ടുന്നില്ല എന്ന് ഈ കുഞ്ഞിന്റെ ഉടമസ്ഥരായിരിക്കുന്ന ആ ട്രൈബ് മനസ്സിലാക്കിയാൽ വീണ്ടും ഇവരുടെ ബന്ധങ്ങൾ വഷളാകാനായിട്ട് ഇടയായിത്തീരും. അപ്പൊ ഈ കുഞ്ഞിനെ കൊണ്ട് സുരക്ഷിതമായിട്ടും സമാധാനപരമായിട്ടും ആ കുഞ്ഞിനെ വളർത്തുന്നിടത്തോളം കാലം, നമ്മൾ ഈ അംബാസഡേഴ്സിനെ അയക്കുന്നത് പോലെ ആ ട്രൈബ്സിൽ ഉണ്ടായിരുന്ന ഒരു ആചാരമായിരുന്നു. ആ കുഞ്ഞ് സുരക്ഷിതമായിരിക്കുന്നിടത്തോളം കാലം ഈ രണ്ട് ട്രൈബുകളും തമ്മിൽ വളരെ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്നു. പെട്ടെന്ന് ദൈവാത്മാവ് ഈ മിഷണറിയോട് സംസാരിച്ചു, ഇതാണ് ഏറ്റവും നല്ലൊരു അവസരം. ദൈവവചനം അല്ലെങ്കിൽ യൂത ആരാണെന്നും യേശുക്രിസ്തു ആരാണെന്നും പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഏറ്റവും നല്ല ഒരു സന്ദർഭം ഇതാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പൊ അവിടെ നടക്കുന്ന കാര്യം, ഒരു കുഞ്ഞിനെ ഒരു ട്രൈബിൽ നിന്ന് മറ്റേ ട്രൈബിലേക്ക് കൊടുക്കുക. അപ്പൊ ആ കുഞ്ഞിന്റെ പെറ്റമ്മയ്ക്ക് ഇത് സഹിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ആ സ്ത്രീ വല്ലാത്ത അവസ്ഥയിൽ കരഞ്ഞ് നിലവിളിച്ച് ഈ കുഞ്ഞിനെ പിടിച്ച് പറിച്ച് അവള് ഓടുന്നത്. വീണ്ടും ആ കുഞ്ഞിനെ തിരിച്ച് അങ്ങോട്ട് കൊണ്ടു കൊടുക്കാം. അപ്പൊ പെട്ടെന്ന് മിഷണറിക്ക് വളരെ ഒരു നല്ലൊരു വെളിപ്പാട് ദൈവാത്മാവ് കൊടുക്കാനായിട്ട് ഇടയായി തീർന്നു. അത് കഴിഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം ശാന്തമായി ആ കുഞ്ഞിനെ അവിടെ കൊടുത്തു. ആ സ്ത്രീയെ പറഞ്ഞ് മനസ്സിലാക്കി, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കുഞ്ഞിനെ പോയി നോക്കാം, അന്വേഷിക്കാം, നമ്മുടെ ട്രൈബ് തമ്മിലുള്ള, നമ്മുടെ ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നം മാറാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം അങ്ങനെയെല്ലാം പറഞ്ഞ് അവർക്ക് കുഞ്ഞിനെ നിങ്ങൾ നോക്കുന്നതിനേക്കാൾ നല്ലതായിട്ട് അവർ നോക്കും, നിങ്ങൾക്ക് പോയി കാണാം, അങ്ങനെ നമുക്ക് തമ്മിൽ സമാധാനം ഉണ്ടാകും, വൈരാഗ്യം കുറയും, നമ്മൾ തമ്മിൽ കൊള്ളയും എല്ലാം ഇല്ലാതെയായി തീരും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ആ കുഞ്ഞിനെ മറ്റേ ട്രൈബിന് കൊടുത്തു. പിന്നെ ഇതെല്ലാം ശാന്തമായി കഴിഞ്ഞപ്പോൾ മിഷണറി അവരെ വിളിച്ചു കൂട്ടി. മിഷണറി പറഞ്ഞു, അതൊരു സമാധാന പുത്രനാണ്. മറ്റേ ട്രൈബിന് കൊടുത്ത കുഞ്ഞിന് സമാധാന പുത്രൻ. ആ സമാധാന പുത്രനാണ് യേശുക്രിസ്തു. കാരണം ദൈവവും മനുഷ്യരാശിയും തമ്മിൽ ഉണ്ടായിരുന്ന ആ പ്രശ്നത്തിന് പരിഹാരം വരുത്താനായിട്ട് ദൈവം തൻ്റെ ഏകജാതനായ സ്വന്തം പുത്രനെ ഒരു സമാധാന പുത്രനായിട്ട് ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ആ സമാധാന പുത്രനെ ഒറ്റിക്കൊടുത്ത് കൊല്ലാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത ആളാണ് യൂദ എന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക് കാര്യം മനസ്സിലായി, ആ യൂദ മരിക്കണം, യൂദ. അപ്പൊ അവര് വളരെ സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് അവര് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ യൂദ മരിക്കണം, അവനെ ജീവനോടെ വെച്ചേക്കരുത് എന്ന് പറയാനായിട്ട് ഇടയായി തീർന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്ന് കർത്താവ് എന്ത് ചെയ്യുക, ഹൃദയത്തെ നോക്കുക. അപ്പം എപ്പോഴും ഈ പത്രോസ് ദൈവം എന്താ പറയുക സമാധാനം ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് ഈ പത്രോസ് സമാധാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ അവന്റെ വാക്കുകളും പ്രവൃത്തികളും പലപ്പോഴും എന്ത് ചെയ്യുക, തെറ്റിപ്പോവുക. അപ്പൊ യൂദ അങ്ങനെയല്ലായിരുന്നു. യൂദ കരുതി കൂട്ടി ആ സമാധാന പുത്രനെ ഇല്ലാതെയാക്കാനുള്ള പദ്ധതികളാണ് യൂദ ചെയ്തത്. പക്ഷെ പത്രോസ് എപ്പോഴും സമാധാന പുത്രനെ സംരക്ഷിക്കാനുള്ള പദ്ധതികളാണ് ഒരുക്കുന്നത്. പക്ഷെ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയെ കുറിച്ചോ ദൗത്യത്തെ കുറിച്ചോ പൂർണ്ണമായ ഒരു അറിവൊന്നും പത്രോസിന് ലഭിച്ചിട്ടില്ല. പക്ഷേങ്കില് പത്രോസ് എപ്പോഴും കർത്താവിനെ സംരക്ഷിക്കാനുള്ള ഒരു പദ്ധതിയാണ്
പത്രോസ് ഒരുക്കിക്കൊണ്ട് വരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പത്രോസ് യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായത്തിൽ പത്രോസ് അന്ത്രയോസ് പറഞ്ഞ അനുസരിച്ച് പത്രോസ് യേശുവിനെ അനുഗമിച്ച കാര്യമൊക്കെ നമുക്കറിയാം. അതിനുശേഷം ലൂക്കോസിന്റെ സുവിശേഷം 5 അധ്യായം അതിന്റെ 5 അധ്യായത്തിന്റെ ആദ്യ ഭാഗം നമ്മൾ വായിക്കുന്നു. അവര് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതെ നിൽക്കുന്ന സമയത്ത് കർത്താവ് ആ പടകിൽ ചെന്ന് കയറുകയും അവർക്ക് പെരുത്ത മീൻകൂട്ടം കിട്ടുകയും ചെയ്തു. പക്ഷെ ആ പെരുത്ത മീൻകൂട്ടം പിന്നെ അവർ സകലതും വിട്ട് 5:11 നമ്മൾ വായിക്കുന്നു, സകലവും വിട്ട് അവനെ അനുഗമിച്ചു. അന്നോട്ട് പത്രോസ് യേശുവിനെ ഇങ്ങനെ അനുഗമിച്ച് വരുക. അങ്ങനെ അനുഗമിച്ച് വരുന്ന സമയത്ത് പത്രോസിന് എന്ത് ചെയ്തു? മത്തായി സുവിശേഷം 16 അധ്യായത്തിന്റെ 15 വാക്യത്തിലേക്ക് വരുമ്പോൾ പത്രോസിന് വലിയൊരു വെളിപ്പാട് കിട്ടി. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അപ്പം എന്തുകൊണ്ടാ പത്രോസിന് മാത്രമായിട്ട് ആ വെളിപ്പാട് കിട്ടിയത്? മത്തായി സുവിശേഷം 10 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഒന്നാമൻ പത്രോസ് എന്നാ വായിക്കുന്നത്. അന്ത്രയോസാണ് യേശുവിനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തത്. പക്ഷേങ്കില് കർത്താവ് അവിടെ പരിശുദ്ധാത്മാവ് എഴുതി കൊടുത്ത സമയത്ത്, അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ കൊടുത്ത സമയത്ത്, എഴുതുവാനുള്ള നിയമം കൊടുത്തപ്പോൾ മത്തായി സുവിശേഷത്തിൽ എഴുതി വെച്ചു ഒന്നാമൻ പത്രോസ്. അതെനിക്ക് തോന്നുന്നു പിന്നീട് എപ്പോഴും പത്രോസ് ഒന്നാമനായിട്ട് യേശുവിന് 1-ാം സ്ഥാനം കൊടുത്ത് നിന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടായിരിക്കും പരിശുദ്ധാത്മാവ് മത്തായി അപ്പോസ്തലനോട് പറഞ്ഞ നീ ഇങ്ങനെ തന്നെ എഴുതി വെക്കണമെന്ന്, ഒന്നാമൻ പത്രോസ്. കാരണം യേശുവിനെ കുറിച്ചുള്ള യഥാർത്ഥ വെളിപ്പാട് ആദ്യമായിട്ട് ലഭിക്കുന്നത് പത്രോസിനാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. എന്നാൽ ആ അധ്യായത്തിൽ തന്നെ ഈ അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് എൻ്റെ ശിഷ്യന്മാർക്കെങ്കിലും എൻ്റെ ഐഡന്റിറ്റി മനസ്സിലായല്ലോ എന്ന് കർത്താവിന് മനസ്സിലായപ്പോൾ കർത്താവ് തൻ്റെ ദൗത്യത്തെ കുറിച്ച് സംസാരിക്കാൻ ആരംഭിച്ചു. കർത്താവ് തൻ്റെ ആ പാഷനെ കുറിച്ച്, അല്ലെങ്കിൽ താൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടാനുഭവങ്ങളെ, പീഡാനുഭവങ്ങളെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് അത് 3 പ്രാവശ്യം പറയുന്നത്. ഒന്നാമത്തെ പ്രാവശ്യം ഈ പത്രോസിന് ലഭിച്ച വെളിപ്പാടിന്റെ പിന്നാലെ പറയുവാണ്, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, പാപികൾ അവനെ ക്രൂശിച്ചു കൊല്ലും, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ഇതൊക്കെ പറഞ്ഞപ്പോൾ പത്രോസ് ആദ്യ ഭാഗം മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. പത്രോസിന് അത് വഹിക്കാൻ പറ്റുന്നില്ല. കാരണം അയ്യോ, എൻ്റെ ഗുരുനാഥൻ, എൻ്റെ കർത്താവ് പാപികൾ ക്രൂശിച്ചു കൊല്ലുമെന്ന് ഓർക്കാൻ പോലും വയ്യ. അപ്പൊ അതുകൊണ്ട് പത്രോസ് എന്ത് ചെയ്തു? കർത്താവിനെ ശാസിക്കുക. എങ്ങനെയാ ശാസിക്കുന്നത്? കർത്താവേ, നിനക്കത് അങ്ങനെ ഭവിക്കരുതേന്ന് പറയുന്നത്. അപ്പം കർത്താവ് ആ ശാസനം കേട്ടിട്ട് എന്ത് ചെയ്തു? ആ പത്രോസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, പത്രോസിനെ ഇങ്ങനെ പറയാനായിട്ട് പ്രേരിപ്പിക്കുന്ന, കർത്താവിന്റെ മിഷനെ, കർത്താവിന്റെ ദൗത്യത്തിന് തടസ്സം നിൽക്കുന്ന, അതിനായിട്ട് പത്രോസിനെ പ്രേരിപ്പിച്ച് പത്രോസിനെ കൊണ്ട് പറയിപ്പിക്കുന്ന ആ പിശാചിനെ ശാസിക്കുക എന്നുള്ളതാ കർത്താവ് ചെയ്തത്. പക്ഷെ കേൾക്കുന്നവർക്ക് എന്താ? സാത്താനെ, എന്നെ വിട്ടു പോ, നീ മനുഷ്യർക്കുള്ളതാണ് കരുതുന്നത്, ദൈവത്തിനുള്ളതല്ല എന്നൊക്കെ പറയുമ്പോ ബാക്കി 11 പേരുടെ മുൻപില് പത്രോസിന് എന്താ വരുന്നത്? ശരിക്കും പത്രോസിന് ഒരു ഇൻസൾട്ട്, അല്ലെങ്കിൽ ഒരു അപമാനം വരുന്നത്, അല്ലെ? പക്ഷെ പത്രോസ് പിന്മാറുന്നില്ല. കാരണം അവന്റെ സ്നേഹം അത്രയേറെ വലുതാ. അപ്പൊ അതിനകത്ത് വെളിപ്പെടുന്ന ആ സ്നേഹത്തെ കർത്താവ് മനസ്സിലാക്കി. കർത്താവിന്റെ മിഷനെ തടസ്സപ്പെടുത്തുന്നതൊക്കെയാ പറയുന്നതെങ്കിലും അതിനകത്ത് വെളിപ്പെടുന്നത് എന്താ? അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് നോക്കുമ്പോ അതിനകത്ത് ഇരിക്കുന്നത് എന്താ? കർത്താവെ, നിനക്ക് അങ്ങനെയൊന്നും ഭവിക്കരുതേ. അപ്പൊ കർത്താവിന്റെ ജീവന് യാതൊരു ഹാനിയും വരരുതേ. ആ യഥാർത്ഥ ദൈവസ്നേഹമാണ് ആ പത്രോസിലൂടെ വെളിപ്പെട്ട് വരുന്നതെന്ന് അപ്പൊ കർത്താവിന് യഥാർത്ഥമായിട്ട്, മനുഷ്യർ പുറമേ ഉള്ളത് കാണുന്നു, കർത്താവോ ഹൃദയത്തെ തൂക്കി നോക്കുന്നു. നമ്മൾ പറയുന്ന ചില വാക്കുകളൊക്കെ ആയിരിക്കും. ഏലിയാവ് ഒരിക്കൽ പറഞ്ഞു, അയ്യോ എനിക്ക് മതി, ഇനി ജീവിച്ചിരിക്കണ്ട, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാട്ടിലും നല്ല ആളൊന്നുമല്ല, എനിക്ക് ജീവിച്ചിരിക്കേണ്ട എന്നൊക്കെയുള്ള നിരാശയുടെ വാക്കുകൾ പറയുമ്പോൾ കർത്താവ് എന്താ ചെയ്യുന്നത്? ദൈവം എന്താ ചെയ്യുന്നത്? ഒരു ദൂതനെ അയച്ച് നല്ല അടയും വെള്ളവും ഒക്കെ കൊടുത്ത് അവന്റെ ജീവനെ തണുപ്പിക്കുക ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറയുന്ന വാക്കുകളെക്കാൾ ഉപരിയായിട്ട് നമ്മുടെ സമർപ്പണം എങ്ങനെയാണ്, നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹം എങ്ങനെയാണ്, അതൊക്കെ കർത്താവ് ശോധന ചെയ്യുന്ന ദൈവമാണ്. ഇപ്പൊ
പത്രോസിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് നോക്കിയ കർത്താവിന് മനസ്സിലായി, ഇവൻ എന്നോട് ആത്മാർത്ഥമായ സ്നേഹമാണുള്ളത്. പറയുന്ന വാക്കുകളെക്കാൾ ഉപരിയായി അത് അവന് ഗ്രഹിക്കാൻ കഴിയാതെ പറയുന്നെങ്കിലും അവന്റെ ഹൃദയത്തിന്റെ ഉള്ളില് അവൻ എന്നോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ട്. ആ ഹൃദയത്തെ തൂക്കി നോക്കിയപ്പോൾ കർത്താവിനത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് നമുക്ക് മത്തായി സുവിശേഷം 14:28 നോക്കുമ്പോൾ കർത്താവ് ഇതിലെ വരുക, ഏതാ, കടലിന്മേൽ നടന്ന് ശിഷ്യന്മാരുടെ അടുത്തേക്ക് വരുക. അപ്പൊ പത്രോസിന് ഭയങ്കര സന്തോഷം കയറിയിട്ട് പത്രോസ് എന്ത് പറഞ്ഞു? കർത്താവേ, നീയാകുന്നുവെങ്കിൽ ഞാനും കൂടി കടലിന്മേൽ നടക്കാനായിട്ട് എനിക്കും അതിനൊന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ അവൻ എന്താ ചെയ്യുന്നത്? കർത്താവിന്റെ യഥാർത്ഥ പിൻഗാമിയായിട്ട് കർത്താവ് ചെയ്യുന്ന പോലെ ഒക്കെ ചെയ്യാനായിട്ട് കർത്താവിനെ എന്താ പറയുന്നത്, കർത്താവിന്റെ ഉറ്റു സ്നേഹിക്കുന്ന എലീശ ഇരട്ടി പങ്ക് ചോദിക്കുന്നത് പോലെ കർത്താവ് ചെയ്യുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്യുവാനുള്ള ഒരാഗ്രഹം. അത് നമ്മുടെ അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ വായിക്കുന്ന ശീമോനെ അല്ല, അവിടെ ഒരു ശീമോൻ ഉണ്ടല്ലോ, ഇതും ഒരു ശീമോനാണല്ലോ. ആ ശീമോനെ പോലെ അല്ല, മന്ത്രവാദി ശീമോന്റെ പോലത്തെ ആഗ്രഹമല്ല ഈ ആഗ്രഹം. ഈ ആഗ്രഹം കർത്താവിനോട് ചേർന്നിരുന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ അതും ഇതും ഒരേ ആഗ്രഹം ഏകദേശം. പക്ഷേങ്കില് ആഗ്രഹത്തെ അല്ലെങ്കിൽ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ദൈവത്തിന് അറിയാം. പത്രോസ് അത് മാർക്കറ്റൈസ് ചെയ്യാനല്ല, അതുകൊണ്ട് എന്താ പറയുന്നത്, ഒരു കച്ചവടം ചെയ്യാനല്ല, ആദായ സൂത്രമാക്കാൻ വേണ്ടിയല്ല, അവൻ എന്നെ യഥാർത്ഥമായിട്ട് പിൻഗമിക്കാൻ വേണ്ടിയാണെന്നുള്ളത് കർത്താവിന് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതുപോലെ അതും കഴിഞ്ഞിട്ടും പത്രോസിന് നല്ല ശാസനയാണ് കിട്ടുന്നത്. അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു? അപ്പോഴും ബാക്കി 11 പേര് ചിന്തിക്കുകയാണ്, ഇവൻ ഈ ആവശ്യമില്ലാത്ത പണിക്ക് വല്ലതും പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഞങ്ങൾ ഉദയം മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞങ്ങളെ പോലെ ഇവിടെ ഇരുന്നാൽ പോരായിരുന്നോ? ഇവൻ ഈ കടലിന്മേൽ നടക്കാനായിട്ട്, കർത്താവ് നടന്നതിൻ്റെ ഒപ്പം നടക്കാനായിട്ട് ഇവന് പോകേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ ആയിരിക്കും മറ്റുള്ളവർ ചിന്തിക്കുന്നത്. പക്ഷെ ഹൃദയത്തിന്റെ അകം നോക്കുമ്പോൾ കർത്താവിന് വളരെ അതിലൂടെ അവന്റെ വിശ്വാസത്തെ ഉറപ്പിക്കുവാനായിട്ടും എങ്ങനെയാണ് ഒരു സന്ദർഭം വന്നാൽ ഈ മിനിസ്ട്രി ചെയ്യുന്നത്, അതെല്ലാം പത്രോസിന് വളരെ വ്യക്തമായിട്ട് ഗ്രഹിക്കാനായിട്ട് ദൈവം കർത്താവ് അവസരം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വായിക്കുന്നത് അവിടെ ലൂക്കോസിന്റെ സുവിശേഷം 22:33 നമ്മൾ വായിക്കുന്നു, ഞാൻ ഇടയനെ വെട്ടും, നിങ്ങൾ എല്ലാവരും എന്നെ വിട്ട് ചിതറും എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നു, അയ്യോ എൻ്റെ കർത്താവെ, നിന്നോടുകൂടെ തടവിലാക്കപ്പെടുവാൻ, നിന്നോടുകൂടെ മരിക്കാനും ഞാൻ തയ്യാറാണ്. ഇതാണ് അവന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യം. അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്താ ഇരിക്കുന്നത്? കർത്താവിനോട് കൂടെ മരിക്കാനും തടവിലാകുവാനും മരിക്കുവാനും ഉള്ള ഒരുക്കമാണ് കർത്താവ് ഹൃദയത്തിലേക്ക് നോക്കുമ്പോ കാണുന്നത്. അപ്പോഴും കർത്താവ് പറയുന്ന വാക്കെന്തായിരുന്നു? കർത്താവ് എന്താ പറഞ്ഞത്? ശീമോനെ, ഇന്ന് 2 പ്രാവശ്യം കോഴി കൂകുന്നതിന് മുമ്പേ 3 പ്രാവശ്യം നീ എന്നെ തള്ളിപ്പറയും. അപ്പോഴും ബാക്കിയുള്ളവരെല്ലാം ചിന്തിച്ചു കാണും, വെറുതെ എന്താ പറയുന്നത്, വടി കൊടുത്ത് അടി വാങ്ങിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരിക്കും മറ്റുള്ളവർ ചിന്തിക്കുന്നത്. പക്ഷെ മറ്റുള്ളവർ നോക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവ് അവന്റെ ഹൃദയത്തിലേക്ക് നോക്കിയപ്പോൾ അവന് യഥാർത്ഥ ആത്മാർത്ഥമായ സ്നേഹമാണെന്ന് ഈ കർത്താവിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പക്ഷെ തള്ളിപ്പറയുന്ന സമയത്ത് അത് അവന്റെ ഹൃദയത്തിൽ നിന്നല്ല, അത് അവന്റെ പെട്ടെന്നുള്ള പ്രാണഭയത്തിൽ നിന്നും അവന്റെ വായിൽ നിന്നും വരുന്നത്. എന്താണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നത്? എന്താണ് നമ്മുടെ പ്രാണഭയത്തില്? അപ്പൊ ഏലിയാവ് ഞാൻ പറഞ്ഞല്ലോ, അതും പ്രാണഭയത്തിൽ നിന്ന് പറയുന്ന ഇസബേലിന്റെ വാക്കുകളെ കേട്ട് പ്രാണഭയത്തില് പറയുന്ന വാക്കുകൾ. അതുപോലെ ഒരിക്കൽ മോശയും പറഞ്ഞു, ദയ വിചാരിച്ച് എന്നെ കൊന്നു കളയണമേന്ന് മോശ പറയുന്നത്. പക്ഷെ ദൈവം കൊന്നു കളയൊന്നും ചെയ്യുകയല്ല ചെയ്തത്. അവനെ ആശ്വസിപ്പിച്ച് അവന് ആവശ്യമായ സപ്പോർട്ടൊക്കെ കൊടുത്ത് വീണ്ടും അവനെ തന്നെ ലീഡറാക്കുക. അപ്പം ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒക്കെ ചിലപ്പോൾ ചില വാക്കുകളിലൊക്കെ അവിവേകം വന്നു പോകാം. പക്ഷെ ദൈവം എന്ത് ചെയ്യുന്നു? നമ്മുടെ ബലഹീനതയെക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ സമർപ്പണം, നമ്മുടെ സന്നദ്ധത, അതാണ് കർത്താവ് നോക്കുന്നത്. ആ പാദം കഴുകുന്ന ആ കാര്യം വന്ന സമയത്ത്, ആ പാദം കഴുകലിന്റെ സമയം വന്ന സമയത്ത് പത്രോസ് എന്താ പറയുന്നത്?
അയ്യോ എന്റെ കാല് നീ കഴുകില്ല, എന്റെ കാല് കഴുകണ്ട, ഗുരുവും കർത്താവുമായ എന്റെ യേശുവേ, എന്റെ പ്രാണനാഥ, നീ എന്റെ കാല് കഴുകണ്ട. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? കർത്താവിനാൽ കഴുകപ്പെടാനായിട്ട്, അല്ലെങ്കിൽ കർത്താവ് ബേസിനിൽ വെള്ളവും തോർത്തും ഒക്കെ കൊണ്ടുവന്ന് കഴുകുമ്പോൾ അവര് മിണ്ടാതെ ആ സർവീസ് എല്ലാം എന്ത് ചെയ്യുമായിരുന്നു? ഏറ്റെടുക്കുമായിരുന്നു. പക്ഷെ നമ്മുടെ പത്രോസിനത് സഹിക്കാൻ വയ്യ. ഈ കർത്താവ് വന്നിട്ട് എന്റെ കാല് കഴുകുവോ? അയ്യോ, എനിക്കത് സഹിക്കാനായിട്ട് പറ്റിയില്ല. വേറെ ആരും പറയുന്നില്ല, പത്രോസ് മാത്രമേ പറയുന്നുള്ളൂ. ഈ ശാസനയുടെ ഉള്ളിലും ഈ തള്ളിപ്പറച്ചലിന്റെ ഉള്ളിലും എല്ലാ സാഹചര്യങ്ങളിലും ഒക്കെ സാത്താനെ ശാസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കർത്താവ് എന്ത് ചെയ്യുമായിരുന്നു? അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നോക്കുക. പ്രിയ ദൈവമക്കളെ, കർത്താവ് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നോക്കുന്ന കർത്താവ്. അപ്പൊ അവിടെ പത്രോസ് പത്രോസിനോട് കർത്താവ് എന്താ പറയുന്നത്? കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കും ഓഹരിയില്ല. ബാക്കിയുള്ളവർക്കെല്ലാം വലിയ സന്തോഷമായി. കണ്ടോ, ഞങ്ങൾ ഇവിടെ ഇതിലൊന്നും പറയാതെ ഞങ്ങൾ കാലും കഴുകി, കർത്താവ് ഞങ്ങളുടെ കാലൊക്കെ കഴുകി റെഡിയായിട്ടിരിക്കുക, ഞങ്ങൾക്ക് പങ്കും ഓഹരിയും കിട്ടും. ഉടൻ അടുത്ത അവിവേകം എന്ന് നമുക്ക് തോന്നാവുന്ന രീതിയിൽ പത്രോസ് പറയുവാണ്, അന്നാ എന്റെ തലയും കാലും കൂടെ കഴുകണം എന്ന്. അപ്പൊ അവന്റെ ഉദ്ദേശം എന്തായിരുന്നു? അയ്യോ, എനിക്ക് പങ്കു ഓഹരിയാണെങ്കിൽ എനിക്ക് കൂടുതൽ കർത്താവിന്റെ പങ്കു ഓഹരിയും കിട്ടണമെന്ന് അവന്റെ ആഗ്രഹം. പക്ഷെ ആ വാക്കുകളില് മറ്റുള്ളവർക്ക് തെറ്റിദ്ധരിക്കാവുന്ന വാക്കുകൾ, എനിക്ക് മുഴുവൻ ഓഹരിയും കിട്ടണമെന്ന ഇവൻ പറയുന്നതെന്നൊക്കെയാ ചിന്തിക്കുന്നത്. പക്ഷേങ്കില് അതെല്ലാം മനസ്സിലാക്കുന്ന കർത്താവിന് അവന്റെ ആഗ്രഹവും, അവൻ എന്നെ സേവിക്കും, എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കും എന്നൊക്കെയുള്ള ഒരു ഉറപ്പ് അതിലൂടെ എന്താ പറയുന്ന മോശയോട് കർത്താവ് പറയുന്ന ആ ഭാഗത്ത് പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങളെ താഴ്ത്തി പരീക്ഷിക്കും, നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഇരിക്കുന്നത് അറിവാൻ. ദൈവം സർവജ്ഞാനിയ, ദൈവത്തിനെല്ലാം അറിയാം. പക്ഷെ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴാണ് ഒരു സന്ദർഭത്തിൽ നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയുന്നത് ആ സമയത്തായിരിക്കും. അപ്പൊ അതുപോലെ പത്രോസിന് തന്നെ മനസ്സിലായി, ഇനി എന്നെ കൊണ്ട് ഒന്നും സാധിക്കില്ല. പക്ഷെ പത്രോസിന് 1-2 വെളിപ്പാടുണ്ട്. എന്താ വെളിപ്പാട്? യോഹന്നാന്റെ സുവിശേഷം 6 അധ്യായത്തിൽ നമ്മൾ 68 വാക്യത്തില്, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടേക്ക് പോകും? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഈ വെളിപ്പാടുകളൊക്കെ പത്രോസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഈ വെളിപ്പാടൊക്കെ ലഭിച്ച പത്രോസ് പല സമയങ്ങളും പരാജയപ്പെട്ടു പോകുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ പരാജയത്തെക്കാൾ ഉപരിയായിട്ട് നമുക്ക് അവിവേകത്തിൽ എന്തെങ്കിലും വാക്കുകൾ സംസാരിക്കുന്നതിന്, അല്ലെങ്കിൽ പ്രാണഭയത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ സമർപ്പണം, നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹം, നമുക്ക് ദൈവത്തോടുള്ള ആ ഒരു ദാഹം, അതെല്ലാം ഹൃദയത്തെ ശോധന ചെയ്ത് മനസ്സിലാക്കുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ പരാജയത്തെ മാറ്റി നിർത്തിയിട്ട് കർത്താവ് നമ്മളെ ചിലത് ഏൽപ്പിക്കാനായിട്ട് സന്നദ്ധനാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ പത്രോസ് സകലതും വിട്ട് ഉയർത്തെഴുന്നേറ്റ പത്രോസ് വീണ്ടും എവിടെ പോവുക? പടകും മലയും വിട്ട് 6 പേര് അവനെ പിന്തുടർന്ന് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നിട്ടും കർത്താവ് പിന്നാലെ ചെന്നു പത്രോസിന്റെ, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ, അല്ലെങ്കിൽ നീ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അങ്ങനെ ചോദിച്ച് കുഞ്ഞാടുകളെ മേയ്ക്കാൾ ഉത്തരവാദിത്തം ഈ തള്ളിപ്പറഞ്ഞ പത്രോസിന് തന്നെ, ഈ സാത്താനെ എന്നെ വിട്ടു പോ എന്ന് പറഞ്ഞ ശാസന കേട്ട പത്രോസിന് തന്നെ കർത്താവ് കൊടുക്കാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളൊക്കെ വരാം. പക്ഷെ കർത്താവ് വളരെ നമ്മളെ ദീർഘക്ഷമയുള്ള ദൈവമാണ്. നമ്മുടെ ബലഹീനതയിൽ സഹതാപം തുണ നിൽക്കുന്ന ഒരു കർത്താവ്, ഒരു നല്ല മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ മുഖത്ത് നമ്മൾ ചിലപ്പോൾ അവിവേകമായിട്ടൊക്കെ, പ്രാണഭയത്തിലൊക്കെ ചില അവിവേകങ്ങളൊക്കെ സംസാരിച്ചാൽ, നമ്മുടെ ഓരോ സന്ദർഭങ്ങളിലും നമ്മുടെ സമർപ്പണത്തെ തൂക്കി നോക്കുന്ന കർത്താവ്, നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ തൂക്കി നോക്കുന്ന കർത്താവ് വീണ്ടും നമ്മളെ യഥാസ്ഥാനപ്പെടുത്താനായിട്ട് തയ്യാറാ, വീണ്ടും നമ്മളെ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ തയ്യാറാ, വീണ്ടും നമ്മളെ ഒരു നേതൃസ്ഥാനത്ത് കൊണ്ടുവന്ന് മാനിക്കാൻ കർത്താവ് തയ്യാറാ, നമ്മളെ ഏറ്റെടുക്കാൻ, നമ്മളെ സ്വീകരിക്കാൻ, നമ്മളെ വീണ്ടും കർത്താവിന്റെ
വഴിയിലൂടെ നടത്താൻ, ചില പുതിയ ഉത്തരവാദിത്തങ്ങളും അനുഗ്രഹങ്ങളും നന്മകളും തന്ന് നടത്താനായിട്ട് കർത്താവ് തയ്യാറാണ്. പത്രോസിനെ പോലെ വീണ്ടും കർത്താവേ നീ അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ അറിയുന്നു എന്നുള്ള പൂർണ്ണമായ ഒരു അടിയറവ് വയ്ക്കുന്ന ആ സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ വീണ്ടും സമർപ്പിക്കപ്പെടുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. അവസരം തന്ന ദൈവദാസന് നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കർത്താവിൻ്റെ ദാസി വളരെ മനോഹരമായിട്ട്, വളരെ നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്ന രീതിയിൽ പറഞ്ഞല്ലോ. കർത്താവ് ഹൃദയത്തെ ശോധന ചെയ്യുന്നവനാണ്. അന്ന് ഈ ആളുകൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ, അല്ലെ ശിഷ്യന്മാർ തന്നെ നോക്കുമ്പോൾ യൂദ എന്തുവാ ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. അവർ വിചാരിച്ചു, കർത്താവ് പറഞ്ഞു പെട്ടെന്ന് ചെയ്യാനുള്ളത് നീ പെട്ടെന്ന് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അവർ വിചാരിച്ചു എന്നാൽ പാവപ്പെട്ടവർക്ക് രൂപയൊക്കെ കൊടുക്കാനായിട്ട് പറയുകയായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ പെട്ടെന്ന് പുള്ളി വെപ്രാളപ്പെട്ട് പോകുന്ന കണ്ടപ്പോൾ, ഈ മഹാപുരോഹിതന്മാരുടെ അടുത്തോട്ട് യേശുവിനെ ഒറ്റ കൊടുക്കാനായിട്ട് പോകുന്ന കണ്ടപ്പോൾ അവർ വിചാരിച്ചു സാധനങ്ങൾ വല്ലതും മേടിക്കാനായിട്ട്, ദരിദ്രർക്ക് കൊടുക്കാനായിട്ട്, പെസഹ പെരുന്നാളിൻ്റെ അന്ന് ദരിദ്രർക്ക് കൊടുക്കാൻ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് അദ്ദേഹം പെട്ടെന്ന് പോവുക. അന്നേരം അവർക്കും മനസ്സിലാകുന്നില്ല എന്താ യൂദയുടെ മനസ്സിലിരിക്കുന്നത്. യൂദ വന്ന് കെട്ടിപ്പിടിച്ചു ഉമ്മ കൊടുക്കുമ്പോൾ, അയ്യോ എന്തോ ഒരു സ്നേഹമുള്ള ആളാണ്, കണ്ടോ ഈ പടയാളികളെല്ലാം പിടിക്കാൻ വരുമ്പം അവർ പിടിക്കുന്നതിന് മുമ്പ് ഉമ്മ കൊടുക്കുക എന്നായിരിക്കും ആളുകൾ വിചാരിച്ചത്. പക്ഷേ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ പലപ്പോഴും ഇങ്ങനെ ബാഹ്യമായിട്ടൊക്കെ നമ്മളിങ്ങനെയൊക്കെ ചെയ്യും ഓരോ കാര്യങ്ങൾ. ആളുകളുമായിരിക്കും എന്ത് ഭക്തിയുള്ള, എന്ത് മര്യാദക്കാരനാ പക്ഷേ ദൈവത്തിൻ്റെ മുൻപിൽ അതൊന്നും വില പോകത്തില്ല. പക്ഷേ പത്രോസ് കിടന്ന് ബഹളം വെക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ സ്ത്രീയുടെ അടുത്ത് പ്രാകാനും ആണയിടാനും, ഇവനെ എനിക്ക് അറിയത്തുന്നില്ല എന്തോ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രാകാനും ആണയിടാനൊക്കെ തുടങ്ങിയെങ്കിലും കേട്ടവർ വിചാരിച്ച് ഒരിക്കലും ഇവൻ അവരുടെ കൂടെ ഉള്ളവനല്ല. ആദ്യം പറഞ്ഞു ഇവനും ആ ഗലീലക്കാരൻ്റെ കൂടെ ഉള്ളവനായിരുന്നു, അല്ലെ യേശുവിനോടുള്ള ഇവനെ എൻ്റെ സംസാരമൊക്കെ കേട്ടില്ലേ, ഇവൻ്റെ സംസാര രീതികളും ഒക്കെ അങ്ങനെയൊക്കെ തന്നെ ഇരിക്കുന്നത് എന്ന് പറയുമ്പം പ്രാകാനും ആണയിടാനും, എനിക്ക് ആ മനുഷ്യനെ അറിയത്തില്ല, നിങ്ങളെന്തോ ഇവൻ്റെ ബഹളമൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ഒരിക്കലും ഇദ്ദേഹം യേശുവിനോടുള്ള ആളല്ല, യേശുവിനോടുള്ള ആൾ ഇങ്ങനൊന്നും പെരുമാറത്തില്ല, യേശു അടിയൊക്കെ കൊണ്ടിട്ട് എന്ത് ശാന്തനായിട്ടിരിക്കുന്നത്, ഇദ്ദേഹം അങ്ങനല്ല, ഇദ്ദേഹം ഇച്ചിരി അക്രമിയെ പോലൊക്കെ സംസാരിക്കുന്നത്, എന്നാൽ യേശുവിനോടുള്ള ആളല്ല എന്നും അവർ മനസ്സിലാക്കി. അപ്പം അതുപോലൊക്കെയാണ് പുള്ളി പെരുമാറിയത്, ആളങ്ങ് മാറിപ്പോയി. പക്ഷേ ആ സാഹചര്യത്തിൻ്റെ വെളിച്ചത്തിൽ അങ്ങനെ ആയിപ്പോയത്. എന്നാൽ ഹൃദയത്തെ ദൈവം നോക്കുമ്പോൾ ആ കർത്താവിന് വേണ്ടി പത്രോസ് അതിന് 2 മണിക്കൂർ മുമ്പ് പറഞ്ഞാൽ ഞാൻ നിനക്ക് വേണ്ടി മരിക്കാനും, ഞാൻ നിന്നെ ഈ തള്ളിപ്പറയും 3 പ്രാവശ്യം നീ എന്നെ പറഞ്ഞ് അതൊന്നും നടക്കുകയല്ല, ഞാൻ നിൻ്റെ കൂടെ ഞാൻ മരിക്കാനും തയ്യാറാണ്. അത് ചുമ്മാ പറഞ്ഞതല്ല, തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ചെയ്യാൻ തന്നെ പറഞ്ഞതാണ്. പക്ഷേ പ്രിയമുള്ളവർ, ഇതിൻ്റെ അകത്തൊക്കെ വെളിവാക്കുന്ന ഒരു സത്യം, മാനുഷികമായിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള, അങ്ങനെയൊക്കെ അദ്ദേഹം ആഗ്രഹിച്ചെങ്കിലും മാനുഷികമായിട്ട് നമുക്ക് ഇതൊന്നും ചെയ്യാനായിട്ട്, നമ്മുടെ ശക്തി ചെയ്യാനായിട്ട് ദയവായിട്ട് ആരും അൺമ്യൂട്ട് ചെയ്യരുത് പ്ലീസ്. നമ്മുടെ ശക്തി കൊണ്ട് ആർക്കും ഇത് നമുക്ക് ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. പിന്നീട് നമുക്കറിയാം പത്രോസിനെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ പത്രോസ് പറയുന്നത്, എന്നെ ദയവായിട്ട് തലകീഴായിട്ട് ക്രൂശിക്കണമേ എന്നാണ് പറയുന്നത്. അതായത് പത്രോസ് പറയുകയാണ്, എന്നെ ദയവായിട്ട് തലകീഴായിട്ട് എന്നെ ക്രൂശിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ശക്തിക്ക് വേണ്ടി ദൈവം ഹൃദയത്തെ തൂക്കി നോക്കുന്നവനാണ്. ഇന്ന് ഞാൻ 1-2 വാചകങ്ങൾ കൂടെ പറഞ്ഞതിന് ശേഷം ജോയ്സ് സിസ്റ്റർ പ്രാർത്ഥിക്കും. ജോയ്സ് ജേക്കബ് സിസ്റ്റർ നേരത്തെ ഒന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിച്ചിട്ട് പറ്റിയില്ല. ജോയ്സ് ജേക്കബ് സിസ്റ്റർ പ്രാർത്ഥിക്കും. അതിനുശേഷം ജോസോമൻ പാസ്റ്റർ പ്രാർത്ഥിക്കും. അവർ 2 പേരും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. അവർ 2 പേരും പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് ഈ മീറ്റിംഗ് ഇവിടെ പൂർണ്ണമാകുന്നതാണ്. നമുക്കറിയാം പത്രോസിനെ കുറിച്ച് പറയുന്ന 1ാമത്തെ പോപ്പാണെന്നൊക്കെ ഇപ്പം പറയുന്നത്. അന്ന് പത്രോസിനെ യാതൊരു കാര്യങ്ങളുമില്ല, കിടക്കാനൊരു സ്ഥലം കാണും, അല്ലാതെ യാതൊരു ഭയപ്പെട്ട് ഓടുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ യാതൊന്നുമില്ലാത്തൊരു വ്യക്തിയാണ്. ഇപ്പം പറയുന്ന 1ാമത്തെ പോപ്പായിരുന്നു എന്നൊക്കെ. ഇപ്പോഴത്തെ പോപ്പ് ഇവിടെ നിന്നുള്ള ആളാണ്, ഷിക്കാഗോയിൽ നിന്നുള്ള ആളാണ്. ആദ്യമായിട്ടാണ് ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് അമേരിക്കയിൽ നിന്ന് ഒരാൾ പോപ്പായത്. ആക്ച്വലി അദ്ദേഹം പഠിച്ചത് ഇവിടുത്തെ കാത്തലിക് തിയോളജിക്കൽ യൂണിയൻ എന്ന് പറയുന്ന ഒരു ഗ്രാജുവേറ്റ് സ്കൂളിലാണ് അദ്ദേഹം MDiv പഠിച്ചത്. അതേ സ്കൂളിലാണ് ഞാൻ ഡീമിൻ ഡോക്ടർ ഓഫ് മിനിസ്ട്രി പഠിച്ചത്, അവിടെയാണ്. അപ്പോൾ ഞങ്ങൾ 2 പേരും, ഇപ്പോഴത്തെ പോപ്പും ഞാനും ഒരേ സ്കൂളിലെ ഒരേ
സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഇനി ആലുമിനിയുടെ എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഒരുമിച്ച് പോകാമായിരിക്കും, കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്ന് കേട്ടത് നമ്മുടെ ഹൃദയത്തെ കർത്താവ് തൂക്കി നോക്കുന്ന ആണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ, നമ്മൾ സുവിശേഷ വിലയ്ക്ക് പോയാലും എന്ത് ചെയ്താലും ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ, ഹൃദയത്തിന് നമ്മൾ ചെയ്യുന്നത് ഒരു പക്ഷേ തെറ്റിപ്പോകുമായിരിക്കും. തെറ്റിപ്പോയാലും നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ നോക്കി. അതുകൊണ്ട് നമുക്കറിയാം, ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ യോഹന്നാനായിരുന്നു. ആ അന്ത്യ അത്താഴത്തിൽ കർത്താവിൻ്റെ മാർവിനോട് ചേർന്നിരിക്കുക. അപ്പോൾ യോഹന്നാനോട് ചോദിച്ച, ആരാ ഒറ്റിക്കൊടുക്കുന്നതെന്നൊന്ന് ചോദിക്കുക, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ യോഹന്നാനോട് ചോദിക്കുന്നത്. പക്ഷേ ആ യോഹന്നാനോടല്ല, പത്രോസിനോടാണ് കർത്താവ് പറഞ്ഞത്, നിൻ്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അതുകൊണ്ടാണ് ഒന്നാമത്തെ മർമ്മം അദ്ദേഹം പറയുന്നത്, നിൻ്റെ മേൽ എൻ്റെ സഭയെ പണിയും എന്നാണ് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാ ശിഷ്യന്മാരെക്കാളും ഏറ്റവും കൂടുതൽ കർത്താവ് പ്രാധാന്യം കൊടുത്തതും അല്ലെങ്കിൽ തൻ്റെ സഭയെ പണിയാനായിട്ട് തിരഞ്ഞെടുത്തത് പത്രോസിനെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മുടെ ഹൃദയത്തെ തൂക്കി നോക്കുന്ന കർത്താവിൻ്റെ മുമ്പാകെ ഹൃദയ നൈർമല്യമുള്ളവരായിട്ടിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. കർത്താവ് അതിന് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസി വളരെ മനോഹരമായിട്ട് തിരുവനന്തപുരത്തിൽ നിന്ന് സംസാരിച്ചല്ലോ. ഈ ദിവസങ്ങളിൽ ആവശ്യമായിട്ടുള്ള എല്ലാ നന്മകളും കർത്താവ് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഷിക്കാഗോ പ്രയർ ലൈനിൽ വന്ന് തിരുവനന്തപുരം സംസാരിച്ചതിലുള്ള സ്നേഹ സന്തോഷം പ്രകാശിപ്പിക്കുന്നു. പല ഇൻ്റർനെറ്റിൻ്റെ വൈഫൈയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചു, നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു. ആ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടു. നമ്മുടെ ചെറിയ പ്രാർത്ഥനകളും കേൾക്കുന്ന കർത്താവാണ്. ഇന്ന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നല്ല രീതിയിൽ ആ വൈഫൈ വർക്ക് ചെയ്തല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ വചനങ്ങൾക്ക് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മകളും എല്ലാവിധ അനുഗ്രഹങ്ങളും കർത്താവിൻ്റെ ദാസിക്ക് നേരുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.